ഡോക്ടേഴ്സ് ആവാനുള്ള എക്സാം പേപ്പേഴ്സാണ് ലീക്കായത്. അത് നിസ്സാര ഇഷ്യൂ അല്ല. രാജിവെക്കണം തന്നെയാണ്. 2 തവണയൊക്കെ പേപ്പർ ചോരുക എന്ന് പറയുമ്പോൾ ഒരു നീറ്റ് പോലത്തെ ഒരു വലിയ എക്സാമിന് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞു. രാജിവെക്കണം തന്നെയാണ്. നമുക്ക് രാജിവെക്കണം തന്നെ നമ്മൾ പറയുള്ളൂ. ഡോണ്ട് ഗിവ് അപ്പ് എന്ന് പറയില്ലേ? നമ്മളെല്ലാവരും വെരി മച്ച് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഇതിൽ തന്നെയാണുള്ളത്. അനുകൂലിക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊപ്പാണ്. ആത്മഹത്യ ചെയ്ത പിള്ളേർക്കാണെങ്കിൽ അവർക്കൊരു നീതി വേണമല്ല. ടിക്കറ്റ് ഉണ്ടായപ്പോൾ ഡൽഹി പോയി സമരം ചെയ്തത്. എൻ്റെ മോൻ പഠിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ആ വിഷമം, എനിക്ക് പ്രയാസം TV കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. മോദി സർക്കാർ വന്നത് മുതൽ അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്ന രീതിയിലാണ് വിദ്യാർത്ഥികളോട് സമീപിച്ചിട്ടുള്ളത്. ഈ രീതിയിലല്ല അതിനോട് പ്രതികരിക്കേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളോട് അങ്ങനെ പെരുമാറാൻ പാടില്ല. ശരി, സമരം എന്തായാലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എത്രയോ കുട്ടികളുടെ ജീവിതം ഈ ഒരു എക്സാമിന്റെ ഇഷ്യൂസ് കാരണം കൊണ്ട് പോകാൻ ഇടയായി. 2-3 കൊല്ലം ഒന്നുമില്ല ഇങ്ങനെ പേപ്പർ ലീക്ക് ആവണത്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റുഡൻസിന് വേണ്ടി തന്നെയല്ലേ അവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധിക്കേണ്ടവിടെ എന്തായാലും പ്രതിഷേധിക്കണം. അതിലിപ്പോൾ ജെൻസിന്നോ അല്ലെങ്കിൽ വയസ്സായവരൊന്നുമില്ല. ഇനിയുള്ള തലമുറക്ക് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ശരിയായ രീതിയിൽ നല്ലൊരു രീതിയിലുള്ള പരീക്ഷകൾ നടത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എന്തിനാ ആ സിസ്റ്റമാണ് മാറ്റേണ്ടത്. അതിനാണ് സമരം ചെയ്യേണ്ടത്. അല്ലാണ്ട് മന്ത്രിമാരെ കൊണ്ട് കാര്യമില്ല. രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധം ആളിക്കത്തുകയാണ്. വേറൊന്നുമല്ല, വിദ്യാർത്ഥികൾ അവരുടെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമാധാനപരമായിട്ടുള്ള സമരം നടത്തുമ്പോൾ അവരെ തല്ലിച്ചതയ്ക്കാനും അവരെ ആട്ടി ഓടിക്കാനും കരണത്തടിക്കാനും വേണ്ടിയിട്ട് ഒരു ഭരണകൂട സ്ഥിര അവിടെയുണ്ട്. ആ ഭരണകൂട സ്ഥിരക്കെതിരെ അല്ലെങ്കിൽ ആ കേന്ദ്രത്തിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ചോദ്യം ഉന്നയിക്കുമ്പോൾ അവരെ ഭയപ്പെടുത്തുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തല്ലിച്ചതയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഭാവി വാഗ്ദാനങ്ങളെയാണ് ഒരുപറ്റം ആളുകൾ ഇല്ലാതാക്കുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് നീതിയാണ് ഈ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്? എന്തായാലും പ്രക്ഷോഭം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ എത്രത്തോളം അതിനെ അനുകൂലിക്കുന്നു എന്നത് നമുക്ക് നോക്കാം. എന്തായാലും ദി ജേർണലിസ്റ്റ് ടിവിയുടെ ഒരു സർവേ ആണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കേരളത്തിലെ എത്രത്തോളം വിദ്യാർത്ഥികൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, എത്രത്തോളം മാതാപിതാക്കൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഭാവിയുടെ വാഗ്ദാനങ്ങൾ ആയിരിക്കുന്ന ഈ തലമുറ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമുക്ക് ചോദിക്കാം. വളരെ നല്ല അഭിപ്രായം. പ്രക്ഷോഭത്തിൽ പറ്റാത്തതിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടുത്തെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പങ്കെടുക്കാൻ. അല്ലെങ്കിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചാലാണ്. വളരെ നീഡ്ഫുൾ ആയിട്ടുള്ള ആവശ്യമാണത്. പ്രക്ഷോഭം എന്തായാലും അതൊരു മോശം സാധനമല്ല. കാരണം ഈ 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു കാലാവധി കൊണ്ട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന് നല്ലപോലെ ഒരു NDA പോലുള്ള ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു വലിയൊരു സിസ്റ്റത്തിനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ CBSE പരീക്ഷ പേപ്പറിൻ്റെ ആ ഒരു ഇഷ്യൂ, ഈ പറയുന്ന നെറ്റ് തന്നെ ഇപ്പം മുന്നേ ഉണ്ടായിരുന്ന ഇപ്പോൾ 2 വട്ടത്തോളം ഈ നെറ്റിൻ്റെ പരീക്ഷ നമുക്കിടയിൽ 2025-ലോ 2024-ലോ കണ്ട് ഇതേപോലെ ഒരു നമ്മൾ അവസാനം ഡിജിറ്റലി മാറ്റിയിട്ട് പേപ്പറിൽ നമ്മൾ നെറ്റ് എക്സാം എഴുതുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഒരു എക്സാം അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡിജിറ്റൽ എഴുതി. അപ്പോൾ അത് തന്നെ ഒരു വലിയ അനാവസ്ഥയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ച ഇങ്ങനെയുള്ള ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ 20-23 അവരെ വിദ്യാർത്ഥികളും മരിച്ചു പോകുന്ന സാഹചര്യം. ഇതിപ്പോഴും അങ്ങനെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി മറ്റേ ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം അല്ല പുള്ളിയോ അല്ലെങ്കിൽ മോദിജി ആരൊന്നും ഈ പറയുന്ന കണക്ക് പ്രസ്സിനെ പോയിട്ട് ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്താണോ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, പറയുക, അതൊന്നും അവർ കാണിക്കില്ല. അതൊക്കെ ഭയങ്കര മോശം കാര്യമാണ്. ഒരു എന്താ പറയുക, ഒരു ഭരണത്തിലിരിക്കുന്നവരെന്ന രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക, അവരോട് സംസാരിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇത് ചെയ്യാത്തൊരു ഗവൺമെൻറ് സീറോ വേസ്റ്റ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇല്ല, തുടക്കം മുതലേ വിശ്വാസമില്ല എന്ന് തന്നെ പറയാൻ പറ്റും. അല്ലാണ്ട് കാരണം നമുക്ക് പലതരത്തിലുള്ള ഇപ്പം ഓപ്പോസിഷൻ ലീഡറായിട്ടുള്ള രാഹുൽ ഗാന്ധി തന്നെ ബീഹാറിലൊക്കെ നടന്ന വോട്ട് ചോർച്ചയെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിട്ടു. എന്നിട്ടും അതിനൊന്നും ഒരു വിലയില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ, ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ ഇഷ്യൂസ് ആയിരുന്നാലും അതിനുശേഷം ഒന്ന് തുടർച്ചയായി വരുന്ന ഒരു RSS ഹിന്ദുത്വ അജണ്ടകൾ ഭയങ്കരമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന രീതി. ഇപ്പോൾ അതിൻ്റെ ഒരു കേരള വർഷം നോക്കുകയാണെങ്കിൽ സർവകലാശാലയിൽ VC-മാർ ചാൻസലർമാരെ ഒക്കെ കൊണ്ട് നിയമിക്കുന്നത് തന്നെ അത്തരത്തിലുള്ള രീതിയിലാണ്. അപ്പം ഇങ്ങനെ പാഠപുസ്തകങ്ങൾ NCERT-യിലായിരുന്നാലും സർവകലാശാലയിൽ വരുന്ന പഠിക്കുന്ന സിലബസുകളിലായിരുന്നാലും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുന്നത് അതൊക്കെ വളരെ മോശമല്ലേ? നമുക്കിതിന്റെ പാർട്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇഫ് മണി വാസ് ഇൻ ദി കൺസ്ട്രെയിന്റ് വി വിൽ ബി ദർ. നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൻഡ് കോളേജിലല്ലാണ്ട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളും നമ്മുടെ പാർട്ടിൽ നിന്ന് നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാവരും അറിയണം, ഇതിനെപ്പറ്റി അറിയണം. ഇത് നമ്മുടെ ഫോർ നോട്ട് ഓൺലി ഫോർ അസ്, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സംഭവമാണ്. എല്ലാവരും അതിൻ്റെ പാർട്ടാവണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ കൂടുതൽ ഇൻഫർമേഷൻ ത്രൂ സോഷ്യൽ മീഡിയ ആണ്, മോർ ദാൻ മെയിൻ സ്ട്രീം മീഡിയാസിൽ. കേരളത്തിൽ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് പിന്നെയും ത്രൂ കിട്ടുന്നുണ്ട്. ബട്ട് മെയിൻ സ്ട്രീം മീഡിയനേക്കാളും നമ്മളൊരു ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം ദിസ്. ആൻഡ് നമ്മുടെ എല്ലാവരും ഫിൽഡ് വിത്ത് ദിസ് ആണ്.
ആൻഡ് അത് എത്ര പേര് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഇറ്റ് ഈസ് കമ്മിങ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആൻഡ് ലൈക്ക് നമ്മളെല്ലാവരും വെരി മച്ച് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഇതിൽ തന്നെയാണുള്ളത്. യെസ്, ആക്ച്വലി ഞാനൊരു വിദ്യാർത്ഥിയല്ല, ഞാനൊരു ടീച്ചറാണ്. എന്നാലും ഞാൻ സ്റ്റുഡൻസിൻ്റെ ഈ ഒരു പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ ഫ്യൂച്ചർ വെച്ചിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ കളിക്കുന്നതൊട്ട് ശരിയായിട്ടുള്ള കാര്യമല്ല. അതേപോലെ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ നമുക്ക് ഒരു റൈറ്റ് ടു എക്സ്പ്രസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മുടെ എന്ത് കാര്യവും എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾ ആസ് ഇന്ത്യൻ നമുക്കുണ്ട്. അതിനെയാണ് എപ്പോഴും അടിച്ച് തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എത്രയോ കുട്ടികളുടെ ജീവിതം ഈ ഒരു എക്സാമിൻ്റെ ഇഷ്യൂസ് കാരണം കൊണ്ട് പോകാൻ ഇടയായി. അപ്പോൾ അതിന് ഒരു ആക്ഷൻ പോലും എടുക്കാതെ ഗവൺമെൻറ് ഈ ചെയ്യുന്നത് ഭയങ്കര മോശം തന്നെയാണ്. അപ്പോൾ അതാണ് എൻ്റെ ആ കുട്ടികളോടൊപ്പമാണ്. തീർച്ചയായിട്ടും നമ്മൾ വിദ്യാർത്ഥികളോടൊപ്പമുണ്ട്. കാരണം നമ്മളെ രാജ്യത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങളാണ് പിള്ളേരുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ടുള്ളൂ മറ്റെന്ത്. അത് മനസ്സിലാക്കുന്നില്ല നമ്മുടെ നേതാക്കന്മാർ. അത് നടക്കില്ല. ആ അടിച്ചമർത്തൽ ഒരിക്കലും നടക്കില്ല. അത് കൂടുതൽ ഇതാവുള്ളൂ, പിന്നെ പുറത്തേക്ക് വരുള്ളൂ. തീർച്ചയായിട്ടും എൻ്റെ മോൻ പഠിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ആ വിഷമം, എനിക്ക് പ്രയാസം TV കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും, പേപ്പർ വായിക്കുമ്പോൾ മനസ്സിലാവും. തീർച്ചയായിട്ടും അത് നമ്മൾ എല്ലാവരും, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം. ശരിക്കും വിഷമമുണ്ട്. നമ്മൾ ശരിക്കും ഇതിന് എതിരെ പ്രതിഷേധിക്കേണ്ട കാലമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ ഒരു തുടക്കമായിട്ട് ഞാൻ കാണുന്നു. ഇനിയും ഇതുപോലുള്ള പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളൊക്കെ വേണം. എന്നാലേ നമ്മുടെ പല സിസ്റ്റവും നന്നാവുള്ളൂ. പൊളിറ്റിക്കലി നമ്മൾ ശരിക്കും പലതിനെതിരെ പ്രതിഷേധിക്കേണ്ട കാലമാണ്. അപ്പോൾ ഞാനതിനെ അനുകൂലിക്കുന്നു. എനിക്ക് സന്തോഷമുള്ളതൊക്കെ കാണുമ്പോൾ അതുപോലെ സങ്കടമുണ്ട്. ചോദ്യം ചെയ്തിട്ടും ശബ്ദം ഉയർത്തിയിട്ടും സിസ്റ്റം മൈൻഡ് പോലും ചെയ്യുന്നില്ലാതെ വരുമ്പോൾ പിന്നെ നമ്മൾ ചോദ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ലാത്ത അവസ്ഥയിലേക്കല്ലേ പോകുന്നത്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉപദ്രവങ്ങളും വേദനകളും അല്ലാതെ എന്തെങ്കിലും സിസ്റ്റം നമുക്ക് വേണ്ടി ചെയ്യാൻ നോക്കുന്നുണ്ടോ? നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്ന എന്താ, നമുക്ക് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാം, ക്യാമ്പയിൻ ചെയ്യാം. അതുപോലെ കുറേ പേര് ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. അല്ലാതെ ഇവിടെ നിന്ന് അവിടം വരെ പോയി ചെയ്യാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. പറ്റുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും സിസ്റ്റം അതിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തത്തിൽ മാറാന്നല്ല, കുറേ അഴിച്ചുപണികൾ ചെയ്യാനുണ്ട്. അത് രാജിവെക്കണം തന്നെയാണ്. 2 തവണയൊക്കെ പേപ്പർ ചോരുക എന്ന് പറയുമ്പോൾ ഒരു നീറ്റ് പോലത്തെ ഒരു വലിയ എക്സാമിന് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുപോലെ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മാറാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും മുൻപോട്ട് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മുമ്പോട്ട് പോകാൻ സാധ്യതയില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും രാജിവെക്കണം തന്നെയാണ്. ഊര് ചുറ്റി നടക്കണ പുള്ളിക്കാരൻ ഇത്രയും ഇഷ്യൂടെ നടക്കുമ്പോ അത് ഭയങ്കര ഒരു ഇതായിട്ടാ ഫീൽ ചെയ്യണ. അതെ, ഉറപ്പായിട്ടും അവർ ഇത്രയും പ്രതിഷ്ഠിച്ചിട്ട് അവർ വെറുതെ ലാത്തി വെച്ച് അടിക്കണേ. അത് സ്റ്റുഡൻസിനാ ഒരു കാര്യമില്ല. അതെ, നീറ്റ് എക്സാം പേപ്പർ, ഡോക്ടേഴ്സ് ആവാനുള്ള എക്സാം പേപ്പേഴ്സാ ലീക്കായത്. അത് നിസ്സാര ഇഷ്യൂ അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് പഠിക്കണവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. കാരണം ഇങ്ങനെ പേപ്പർ ലീക്ക് ആകുമ്പോഴത്തേക്കും ഇപ്പോൾ അത് കാശ് കൊടുത്ത് മേടിച്ച് അവർക്ക് എഴുതി പാസ്സാവും. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കണവർക്ക് എന്താണ് അതിന് വിലയുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. അയാൾ മോദി ഇപ്പോൾ ആരും ഇല്ലാത്ത നേരത്തെ ഒരു രാത്രിയാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടേക്കണത്. ഇത്ര നാളായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണകൂടം തന്നെ മൊത്തം മാറേണ്ട ഒരു സമയമാണ്. ഞാൻ ഒരു വാർത്തയിലും ഇല്ല. നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം. പക്ഷെ ഇപ്പോൾ പണിയെടുത്തിട്ടും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിക്കൊണ്ടിരിക്കണേണ് അവർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധാരണക്കാരന് ജോലിക്ക് പോകാനായിട്ടാണെങ്കിൽ പോലും പെട്രോളിൽ പോലും മായമാണ്. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കണമെങ്കിൽ പോലും നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെ വേണം അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ ഫുഡിനും നമുക്കിപ്പോൾ ക്ഷാമം വരും. വൈകാതെ തന്നെ ഇനി ചിലപ്പോൾ വേണമെന്നാണെങ്കിൽ ഇന്ത്യ മൊത്തം ഇളകുമായിരിക്കും, അറിയില്ല. ആദ്യം മുന്നോട്ട് പോകണം. കാരണം ജസ്റ്റിസ് കിട്ടണം. ആത്മഹത്യ ചെയ്ത പിള്ളേർക്കാണെങ്കിൽ അവർക്കൊരു നീതി വേണമല്ലോ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ചെയ്താലേ ഗവൺമെൻറ്റിന് ഒരു പേടിയെങ്കിലും ഉണ്ടാവുള്ളൂ. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റുഡൻസിന് വേണ്ടി തന്നെയല്ലേ അവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നീറ്റിൻ്റെ ഇതായിട്ടാണെങ്കിലും ഇപ്പോൾ വേറെ ആരാണെങ്കിലും ഇതുവരെ അതിനെതിരെ ഒരു ആക്ഷൻസ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പോൾ അവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിനെതിരെ ഇപ്പോൾ അവർ ആക്ഷൻസ് എടുക്കുന്നത്. എന്നിട്ടും അതിനെതിരെ കറക്റ്റായിട്ടുള്ളൊരു നടപടി ഇതുവരെ വന്നിട്ടില്ലല്ലോ. നാളത്തേക്കല്ലേ മറ്റേ നമ്മുടെ മന്ത്രി രാജിവെക്കില്ലോ എന്നുള്ളതിൻ്റെ നാളത്തേക്കാണ് അവർ മാറ്റി വെച്ചു. ഇന്ന് ഉച്ചയ്ക്ക് അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടും അതിനൊരു നടപടി അതിനെതിരെ വന്നിട്ടില്ല. അപ്പോൾ അത് ഹോപ്പ്ഫുള്ളി അതിന് നമുക്ക് ഒരു എന്താ പറയുക ജസ്റ്റിസ് എന്നുള്ളൊരു രീതിയിൽ എന്തെങ്കിലും വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും CJP പാർട്ടിയുടെ കൂടെ, പാർട്ടി മീൻസ് അങ്ങനെ പാർട്ടിയുടെ സൈഡായിട്ട് അങ്ങനെ പറയുമല്ല, എന്നാലും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ വേറെ ആൾക്കാരും ഇറങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ നിൽക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ജെൻസി കിഡ്സ് അല്ലെങ്കിൽ ഈ വരുന്ന തലമുറ എന്ന് പറയുന്നത്
വോട്ട് ബാങ്കാണ്, വലിയൊരു വോട്ട് ബാങ്കാണ്. അപ്പം അവരെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ലക്ഷ്യം. അതിനാണ് ഈ പറയുന്ന NCERT അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിലും സിലബസുകളിലും ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഉൾപ്പെടുത്തി അതിനെ അവർ പണ്ട് ചെയ്ത പല കാര്യങ്ങളും ജനറലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് എത്തിക്കും. അപ്പോൾ അതുവഴി ഈ പിള്ളേർ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലോട്ട് മാറ്റാം എന്നുള്ള തോട്ടൊക്കെ തന്നെയായിരിക്കും പറഞ്ഞത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും നെഗറ്റിവിറ്റി തന്നെയാണ്, അതൊരിക്കലും സപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന സാധനങ്ങളല്ല. ഇപ്പം വലത് ഇടതായിട്ടുള്ള എല്ലാവരും അതിനെ ഈ പറയുന്ന കണക്ക് എതിർക്കുന്നുണ്ട്. ലെഫ്റ്റിസ്റ്റ് സംഘടനകൾ നല്ലപോലെ എതിർക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നല്ല രീതിക്ക് ചേർന്നല്ല, അല്ലെങ്കിൽ നല്ലൊരു ഗവൺമെന്റിന് ചേരുന്ന സാധനങ്ങളല്ല ഈ പറയുന്ന കണക്ക് ഹിന്ദുത്വ രാഷ്ട്രീയം. ഒരു ഗവൺമെന്റ് ഒരിക്കലും ഒരു മതം അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വം എന്ന രീതിയിൽ മാത്രം പോകുന്നത് ഒരിക്കലും ന്യായമായിട്ടുള്ളതല്ല. ഇപ്പം ഈ പറയുന്ന അവരും എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ലല്ലോ ഉള്ളത്, പല മതത്തിൽപ്പെട്ട പല ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂടി അഡ്രസ്സ് ചെയ്യണ്ടേ. ഇപ്പം അവർക്ക് വേണ്ടി മാത്രമാണ് ഒരു നാഷൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങോട്ട് പോവുക. അവരുടെയും കൂടി നാടല്ലേ ഇത്, അല്ലാണ്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ മാത്രമല്ലല്ലോ ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന അല്ല ഇപ്പോൾ പറയാൻ പഠിക്കുന്ന പേര് ഭാരതമല്ല, ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ ഒരു വലിയൊരു രാജ്യം ഉണ്ടാക്കിയെടുത്തത് പറയാൻ ഒരിക്കലും ഈ ഹിന്ദുത്വ അജണ്ടകൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രീയത്വം അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഒരിക്കലല്ല. എല്ലാവരും കൂടിയുള്ള ഇൻക്ലൂസീവ്നെസ് എന്നുള്ള സാധനമാണ്. അവരത് കീപ്പ് ചെയ്യുന്നില്ല, അത് ഭയങ്കര മോശമാണ്. നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ പല പ്രൊട്ടസ്റ്റുകൾ മുന്നേ നടന്നിട്ടുണ്ടായിരുന്നാലും അവരതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാറില്ല. ഇപ്പോൾ സോനം വാങ്ചുങ് അവർ നിരാഹാരം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. പകരം ഇപ്പോൾ ഇന്ന് റീസെൻ്റ്ലി കണ്ടൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ അവരിന്നൊരു ചർച്ച, ഇന്ന് എന്തോ ഒരു ചർച്ച, ഓപ്പൺ ചർച്ചയ്ക്ക് തയ്യാറായി എന്നൊരു സാധനം പറയുന്നുണ്ട്. BJP അദ്ദേഹമായിട്ട് അങ്ങനെ കണ്ട ആയിട്ടൊക്കെയാണ്. അത് എത്രത്തോളം ഫലവത്താവുമെന്നൊന്നും അറിയില്ല. പ്രതിഷേധിക്കേണ്ടവിടെ എന്തായാലും പ്രതിഷേധിക്കണം. അതിലിപ്പോൾ ജെൻസിന്നോ അല്ലെങ്കിൽ വയസ്സായവരൊന്നൊന്നുമില്ല. പ്രതിഷേധിക്കേണ്ട നമ്മൾക്ക് എപ്പോഴാണ് പ്രശ്നങ്ങൾ വരുമ്പോഴേ ആളുകൾ അതിൻ്റെതായ രീതിയിലേക്ക് അത് നമ്മൾ കൺസേൺ ആകുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ അവിടെ നടക്കുന്നുണ്ട്, നമ്മളത് TV യിൽ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആണെന്നുള്ളൊരു വിചാരമാണ് എല്ലാവർക്കും ഉള്ളത്. നാളെ ഇത് നമുക്ക് ആർക്കെങ്കിലും നമുക്ക് പരിചയമുള്ളവർക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കോ നടക്കുമ്പോഴേ നമ്മൾക്കതൊരു വിഷയമായി തോന്നുള്ളൂ. അപ്പോഴേ അതിനെ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങുള്ളൂ. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ ഇതിൽ ശ്രദ്ധിക്കപ്പെടണം എന്നാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസ സിസ്റ്റം മാറേണ്ടത് തന്നെയാണ്. ഗവൺമെന്റ് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഇതുവരെ ഒരു നല്ലൊരു നീക്കം നടത്തിയിട്ടില്ല. അപ്പം അവിടുത്തെ പ്രതിഷേധം എന്തായാലും ഞാൻ കണ്ടതാണ്. അതെന്തായാലും നീതി ലഭിക്കേണ്ടതെന്നാണ്. അനുകൂലിക്കുന്നുണ്ട്. രാജിവെക്കണം. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ അങ്ങേര് അവിടെ ഇരുന്ന് അത്രയും ഉയരത്തിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഫുൾ സപ്പോർട്ടാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലല്ലോ. മോദിക്കെതിരാണ്. രാജിവെക്കണം തന്നെയാണ്. അവകാശമല്ല നമ്മുടെ ഇത്. അപ്പം ഇനിയെങ്കിലും അത് മാറണം. ഇത്രയും കാലം കഴിഞ്ഞത് ഇനി പുതിയൊരു സിസ്റ്റം വരണം. എല്ലാവർക്കും കൂടെ അവകാശമുള്ളതല്ലേ പഠിക്കാനും എല്ലാത്തിനും. പ്രതിഷേധം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ തന്നെ ഒരു വലിയൊരു തെറ്റാണ് ഇത് ചെയ്യണത്. ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യണം. പ്രധാനമന്ത്രി മോദി വരെ ഒരു വാക്കുപോലും മിണ്ടണില്ല, ഒരു സപ്പോർട്ടും ചെയ്യണില്ല. ഡോണ്ട് ഗീവ് അപ്പ് എന്ന് പറയില്ലേ, അത് തന്നെ ഞങ്ങൾ പിന്മാറാൻ ശ്രമിക്കുന്നില്ല. നേരിട്ട് മുന്നോട്ട് തന്നെ മോദി സർക്കാർ വന്നത് മുതൽ അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്ന രീതിയിലാണ് വിദ്യാർത്ഥികളോട് സമീപിച്ചിട്ടുള്ളത്. ഇപ്പം നീറ്റും CBSE പോലത്തെ എക്സാമുകളിൽ വരുന്ന ഈ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളും ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്താണ് ഇങ്ങനത്തെ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കോളേജിൽ നമ്മൾ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വിളിക്കുക, സപ്പോർട്ട് ചെയ്യുക. പ്രതിഷേധം ഒരു റീസണബിൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതിൽ ഒരു ഗവൺമെന്റ് ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നലെ കോളേജിൽ സമരം ഉണ്ടായിരുന്നു. നമുക്ക് ക്ലാസ്സുകളിൽ കയറിയിട്ടുള്ള നമ്മൾ ഇഷ്യൂസിനെ പറ്റി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കാര്യങ്ങളെല്ലാം പറയലും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു സമരം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സ്റ്റഡി ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ അവയർനെസ് ആണല്ലോ. അവിടെ പോയി ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ കാര്യങ്ങളെല്ലാവരും എല്ലാം അവയറായിട്ടിരിക്കുക. പിന്നെ പറ്റുന്ന പോലെ എല്ലാം പ്രതിഷേധങ്ങൾ കൂട്ടായ്മയാണെങ്കിലും ചെയ്യാം. സമരങ്ങൾ എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ എപ്പോഴാണെങ്കിലും ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ അതോറിറ്റീസ് എപ്പോഴും അതിനെ സ്ട്രോങ് ആയിട്ട് എതിർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് സമരം ഉണ്ടാകുന്നത് ഇൻ ഫസ്റ്റ് പ്ലേസ്. അപ്പോൾ അത് സിറ്റുവേഷൻ മാറേണ്ടതാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് കാര്യമായിട്ടുള്ള പ്രതികരണമൊന്നും ഇല്ലാത്തതിൽ ഒരു ഇതുണ്ട്. ഇതിനൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഒരു അവെയർ ആണ് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ മോദി ആണെങ്കിൽ പുതിയതായിട്ട് എന്തോ ഒരു അപ്ഡേറ്റ് വീഡിയോ പോലെ സംഭവം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും പ്രോപ്പറായിട്ട് അതിനുള്ള അഡ്രസ്സ് ചെയ്യുന്നു അവർ പ്രതികരണം ഉണ്ട്. ലൈക്ക് സംഭവം നടക്കുന്നതിനെ പറ്റി അവർ അവെയറാണ്. പക്ഷെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത
വരുന്നില്ല. നമ്മൾ പറ്റുന്നത്ര മുന്നോട്ട് പോകാന്ന് തന്നെയല്ല, ഇപ്പൊ വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ലല്ലോ നിലവിൽ. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണോ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു ലെവല് തന്നെ താഴ്ന്നു പോകുന്നതായിട്ടാണ്. അത് ഓരോ വിദ്യാഭ്യാസ മന്ത്രിയുടെ കുഴപ്പമായിരിക്കാം, ചിലപ്പോൾ അതിന്റെ മാനേജ്മെന്റ് പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഫ്യൂച്ചർ അവരുടെ നമ്മൾ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് തികച്ചും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് എല്ലാവരും പ്രതിഷേധിക്കുന്നു, അതുപോലെ തന്നെ നമ്മളും പ്രതിഷേധിക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ പോകുന്നതായിട്ട് എല്ലാവർക്കും എന്ത് സപ്പോർട്ട്, ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി നമ്മളും എല്ലാം റെഡിയാണ്. എന്താണ് ഇപ്പോൾ നമ്മുടെ ഓരോ ഗ്രൂപ്പുകളൊക്കെ ഇപ്പോൾ DYFIയുടെ ആയാലും അങ്ങനെ നടക്കുന്നുണ്ട്. അവർക്ക് അതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ SFI ആയാലും KSU ആയാലും ABVP യുവജന പ്രശ്നം ഇതെല്ലാം ഇതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മിനിസ്റ്ററിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം അവർക്ക് ചിലപ്പോൾ എത്രത്തോളം അത് സാധാരണ കുട്ടികളുടെ ഇത് എത്രത്തോളം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ കുറച്ചും കൂടി ന്യൂജൻ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് ഉണ്ടായപ്പോൾ ഡൽഹി പോയി സമരം ചെയ്തേനെ, അങ്ങനെ രാജിവെക്കണം ഉറപ്പായിട്ടും. അത് ന്യായമായിട്ടുള്ളൊരു സമരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പരിധി വരെ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, പക്ഷെ കുട്ടികൾ ചെയ്യുന്നത് തെറ്റായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ രീതിയിലല്ല അതിനോട് പ്രതികരിക്കേണ്ടിയിരുന്നത്. പോലീസ് കുറച്ചുകൂടി മാന്യമായിട്ട് അവരോട് പ്രതികരിക്കണമായിരുന്നു. ഭരണകൂടം പോലീസ് ചെയ്ത രീതി, അതിനെ കൈകാര്യം ചെയ്ത രീതിയാണ് കുറച്ച് മോശമായിപ്പോയി. രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഇവരെല്ലാവരും പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയം സ്വാഭാവികമായിട്ട് ഇതിലുണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. അതിൽ പ്രതിഷേധിക്കുന്നവരിലും ഉണ്ട്, അതിനെ എതിർക്കുന്നവരിലും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കുട്ടികൾ ചെയ്തത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതിനോട് പ്രതിഷേധിക്കുക തന്നെ വേണമായിരുന്നു. അത് നമ്മുടെ ഭാവിയുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അത് വേണമായിരുന്നു. അത് തന്നെയാണ് എൻ്റെ തീർച്ചയായിട്ടും നീതി ലഭിക്കണമെന്നില്ല. സമരം എന്തായാലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ ഉറപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം ധർമ്മേന്ദ്ര പ്രധാൻ പോലുള്ള ആള് വന്നതിന് ശേഷം തന്നെയാണ് എത്രയോ ഇൻഷുറൻസ് ഇന്നോവേഷൻ ഉണ്ടായത്. അപ്പോൾ പുള്ളി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം ഇതിപ്പോൾ ഇവിടെ കൊണ്ടു തീർന്നു, ഇനി ഇതുണ്ടാവില്ല എന്നുള്ളതിന് ഒരു ഉറപ്പില്ല. കാരണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലുള്ള ഒരു വലിയൊരു സിസ്റ്റം അല്ലെങ്കിൽ വലിയൊരു സാധനമാണ് ഇവിടെ തകർന്നിരിക്കുന്നത്. ഇപ്പോൾ SSC പോലുള്ള തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പല പരീക്ഷകളും നടത്തുന്ന ആൾക്കാരും കൂടിയാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞത് ഭയങ്കര ഇപ്പം നമ്മളത് സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞാലും നാളെ ഇതുണ്ടാവില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും ഉറപ്പുണ്ട്? ഒരു ഉറപ്പില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലൊരു വിശ്വാസ്യത, അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനോടുള്ള വിശ്വാസ്യത പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. 23 വിദ്യാർത്ഥികൾ പറഞ്ഞ കണക്ക് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനാ നീറ്റ് സ്കോറായിട്ടുള്ള പുള്ളി പറഞ്ഞാൽ എന്തിനാ സമരം ചെയ്യണേ, ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇരുന്ന് പഠിച്ചിരുന്ന അതിൻ്റെ മാർക്ക് കിട്ടും. ഇപ്പം ഇയാളെ പോലുള്ള അല്ലെങ്കിൽ ആ പുള്ളിയെ പോലുള്ള ആൾക്കാർ അതെ സിസ്റ്റത്തിന് അവർ ഇത് കഴിഞ്ഞ് വന്ന് സിസ്റ്റത്തിലോട്ട് വരാണ്. ബാക്കിയുള്ള ആൾക്കാരും കൂടി വേണ്ടേ? പരീക്ഷ എഴുതി ടോപ്പറായിട്ട് വന്നു, ഇത് പങ്കെടുക്കാൻ അല്ലെങ്കിൽ നടത്തി പോകുന്ന ഒരു ആൾക്കാർ സിസ്റ്റമൊക്കെ വേണം. ആൾക്കാരില്ലാണ്ട് പിന്നെ എങ്ങനെയാണ്? ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സമരം അനുകൂലിക്കുന്നു ഉറപ്പായിട്ടും. നമുക്ക് രാജിവെക്കണം തന്നെ നമ്മൾ പറയുള്ളൂ. കാരണം പിള്ളേരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമല്ലേ. എല്ലാവരും നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെയല്ലേ. സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് അങ്ങനെയാണല്ല, അവരവരുടെ ഭാവിക്ക് വേണ്ടി 2-3 കൊല്ലം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത്, അത് ഇപ്പൊ മൂന്നാമത്തെ കൊല്ലം എന്തോ ഇങ്ങനെ പേപ്പർ ലീക്ക് ആവണത്. അപ്പൊ അതിന്റെ പുറകിൽ എന്തോ ഉണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കണം. എന്താണെങ്കിലും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഈ പ്രതിഷേധം ഇത്രയും കണ്ട് പോയി നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ യോജിപ്പില്ല. ഒരു വല്ലാത്തൊരു പ്രശ്നം നാട്ടിലുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഗ്രീവൻസ് പ്രശ്നം അതല്ല, നമ്മുടെ എക്സാമാണ് അതിന് റെമഡി ഉണ്ടാക്കിയാണ്. അതിനാണ് സമരം ചെയ്യേണ്ടത്. ഈ സിസ്റ്റം മാറിയിട്ടിരിക്കുന്നത്. ഈ ട്യൂട്ടോറിയൽക്കാർ ഇല്ലേ, അവരാണ് ഇതിൻ്റെ പ്രധാന ആൾക്കാർ. ഇപ്പോൾ പാല പോലുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, വടക്കേന്ത്യയിൽ കോട്ട എന്താ പറഞ്ഞ സ്ഥലമില്ലേ, ഇവരൊക്കെയാണ് അതിന് പുറയിൽ ചോർത്തുന്ന കാര്യമൊക്കെ നിയന്ത്രിക്കാൻ. ഇവരൊക്കെ നിയന്ത്രിച്ച് ഈ സിസ്റ്റം മാറ്റേണ്ടിയിരിക്കണം. നാട്ടുപ്രദേശത്തെ പിള്ളേരെ ഇങ്ങനെ കാശ് കൊടുത്ത് പോയി പഠിക്കാൻ പറ്റാത്ത പിള്ളേരൊക്കെ നാട്ടിലില്ലേ, അവർക്കൊന്ന് ഇതിൽ എഴുതാൻ പറ്റുമോ? ആ സിസ്റ്റമാണ് മാറ്റേണ്ടത്. അതിനാണ് സമരം ചെയ്യേണ്ടത്. അല്ലാണ്ട് മന്ത്രിമാരെ കൊണ്ട് കാര്യമില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കുട്ടികളുടെ ഒപ്പമാണ്. അവർക്ക് വേണ്ട കാര്യം ഇങ്ങനെ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിലോട്ട് പോവാതെ എങ്ങനെ പരിഹരിക്കാന്നുള്ളത് നോക്കേണ്ട കാര്യം തന്നെ ആയിരുന്നു. ഇങ്ങനെ മറ്റു കാരണങ്ങൾ പറഞ്ഞ് തള്ളി മാറ്റിക്കൊണ്ട് പോയത് തെറ്റായ പ്രവണതയായിപ്പോയി. കുട്ടികളുടെ അവകാശമാണ് പ്രധാനമായിട്ടും. പക്ഷെ അതിനകത്ത് ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. കാരണം പലരുടെയും ലാഭത്തിന് വേണ്ടി ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രവണത ഉണ്ടാകുന്നില്ല എന്നുള്ളത് അവരും ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. കുട്ടികളുടെ സമരത്തിനും മുൻതൂക്കം നൽകണമെന്ന് തന്നെയാണ്
അല്ലാതെ മറ്റു കാര്യങ്ങളോട് ശ്രദ്ധ തിരിഞ്ഞു പോകരുതെന്നും ഒരു അഭിപ്രായമുണ്ട്. അല്ല, കുറച്ച് നേരത്തെ സോൾവ് ചെയ്യാവുന്ന പ്രശ്നമായിരുന്നു. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ആ പ്രശ്നം കൊണ്ട് വളരെ ഇതായിട്ടുണ്ട്. അവരത്രയും പഠിത്തമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വിചാരിച്ചതിൽ കിട്ടാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്തു. അതിപ്പോൾ ആരാലും ചെയ്തു പോകൂലേ? നമ്മൾ പഠിച്ചു കഴിയുമ്പോഴല്ലേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട്, എന്തോരം പഠിച്ച് ഇത്രയും വരെ എത്തിയിട്ട് ഈ നിലയിൽ വരുമ്പോഴേക്കും നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ പിന്നെ അവർ ആത്മഹത്യ ചെയ്തതിൽ തെറ്റെന്താണ്? അവർ ചെയ്യേണ്ടതായിട്ട് വന്നുപോയി. അത് ആരെല്ലാം ഉത്തരവാദിത്തമാണത്? ഗവൺമെന്റിന്റെ. അതല്ലേ അവര് കാണിക്കണ തോന്നിയാസം കൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്? അവര് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നതിൽ ന്യായം ഉണ്ടെങ്കിൽ അത് ന്യായമല്ലേ? അത് ഈ നിലക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് അതിന്റെ ഇത് കിട്ടാൻ പോകുന്നത്? അത് ശരിയല്ല. അത് സമരം ചെയ്യേണ്ട ഒരു ആവശ്യം കൂടിയാണ്. ഇനിയുള്ള തലമുറക്ക് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അല്ല, അത് അതിനോട് നമ്മൾ യോജിക്കുന്നില്ല. ഒട്ടും ശരിയല്ല. അങ്ങനെ വിദ്യാർത്ഥികളോട് അങ്ങനെ പെരുമാറാൻ പാടില്ല. ശരി, ഒപ്പമാണ്, തീർച്ചയായിട്ടും. അതെ, ഒപ്പമാണ്. ഈ വിദ്യാർത്ഥികള് ഇത്തരം രീതിയിൽ ജൻസിക്കിട്ട് ശബ്ദം ഉയർത്തുമ്പോൾ, ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ഈ അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് ഉണ്ടാകുന്നത്. അതെ. അപ്പം ഇനിയും ഇങ്ങനെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കൊപ്പമാണുള്ളത്. തീർച്ചയായും ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി കുറെ ആളുകൾ പറയുന്നുണ്ട്, ഇത് രാഷ്ട്രീയത്തിന്റെ പേരിൽ നടത്തുന്ന ഒരു. അല്ലല്ല, അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണത്. തീർച്ചയായും. ഇവിടെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുക, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, നീതി കിട്ടുന്നവരെ ഉള്ള ഇതാക്കും. ഈ പ്രതിഷേധം ശക്തമായിട്ട് തുടരണം തന്നെയാണ് അഭിപ്രായം. ഭരണത്തിലും അടുപ്പ് തോന്നുന്നുണ്ട്. തീർച്ചയായും. അതെ, ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥി പ്രതിനിധി അനുകൂലിക്കുന്ന ആളാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ നല്ലൊരു രീതിയിലുള്ള പരീക്ഷകൾ നടത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിരിക്കണം. അത് മോശമാവുന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ പറഞ്ഞത്. എത്ര പിള്ളേർ ആത്മഹത്യ ചെയ്തു? അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നമ്മൾ അതിനോട് അനുകൂലിക്കണം ആ വിദ്യാർത്ഥികളുടെ. കാരണം നാളെ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കൾക്ക് അത് തന്നെയല്ലേ ഗതി വരണേ. ശരിയായില്ല, തെറ്റാണത്. തെറ്റാണത്. ഒരു സമാധാനപരമായിട്ടല്ലേ നടത്തിക്കൊണ്ടിരിക്കണേ. അതിനെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? കാരണം എനിക്കും പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി എനിക്കും ഉണ്ട്. അപ്പൊ ആ പ്രതിഷേധിക്കാനുള്ള അവകാശം അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ അടിച്ചോടിക്കേണ്ട ആവശ്യം എന്താ? പിന്തുണയാണ്. അവര് ചെയ്യണേലും ഇതുണ്ട്, എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പൊ അവരുടെ കൂടെ നിൽക്കും എന്തായാലും. അതിപ്പോ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയണമല്ലോ. എന്തൊക്കെ വന്നാലും ആരാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മ എന്താണെങ്കിലും പറയാനുള്ളത്. അതിനോട് ഞാൻ 20 കുട്ടികളും മരിച്ചതല്ലേ, അപ്പൊ അതിനോട് ഞാൻ അനുകൂലിക്കുകയാണ്. അവർക്കൊപ്പം തന്നെ നിൽക്കുകയാണ്. വിദ്യാർത്ഥികൾക്കൊപ്പാണ്. ബിക്കോസ് ഇറ്റ് ഈസ് നെസസറി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ?